പരിശുദ്ധമാക്കപ്പെട്ടതാകുന്ന ചന്ദ്രനെ, പൂർണ്ണ ചന്ദ്രനെ ഉദിക്കുന്നതാകുന്ന രാവിൽ നിങ്ങൾ പൂർണ്ണമായിട്ട് 14-ാം രാവിൽ ചന്ദ്രനെ എത്രമാത്രം കാണുന്നുവോ അതേപോലെ നിങ്ങൾക്ക് അള്ളാഹുവിനെ നേർക്ക് നേരെ കാണാൻ പറ്റുമത്രേ. നാളെ നേർക്ക് നേരെ അള്ളാഹുവിനെ കാണുമ്പോ അതവർക്ക് നൽകപ്പെട്ടതാകുന്ന ഒരു വസ്തുവും അവർക്ക് അതിനേക്കാൾ ഖൈറായത് ഒന്നുമില്ല. അള്ളാഹുവിനെ നേർക്ക് നേരെ കാണുമ്പോ റബ്ബിനെ കണ്ട മാത്രയിൽ അതുവരെ കിട്ടിയതാകുന്ന സ്വർഗീയ അനുഭൂതികളും ആസ്വാദനങ്ങളും മറന്നു പോകുമേ, അതിൽ ലയിച്ചുകൊണ്ടെന്ന് നബിയുനാ റസൂലുള്ളാഹി. അതാണ് അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞത്, ലില്ലദീന അഹ്സനൂ അൽ ഹുസ്നാ വസിയാദ. ഈ ദുനിയാവിൽ അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് അമൽ ചെയ്ത് നിലകൊണ്ടതാകുന്ന മനുഷ്യ, റബ്ബിനെ കാണാൻ വേണ്ടി പരിശ്രമിച്ചുകൊണ്ട് നിസ്കാരം നിലനിർത്തിയതായ സഹോദര, നിനക്ക് അള്ളാഹു നൽകും അൽ ഹുസ്ന അഥവാ യഥാർത്ഥ സ്വർഗം അള്ളാഹു നൽകുകയാണ്. തീർന്നില്ല വസിയാദ. ആ സ്വർഗം പുൽകുക മാത്രമല്ല, അതിനേക്കാൾ കൂടുതലും അള്ളാഹു നൽകുകയാണ്. സ്വഹാബത്ത് ചോദിച്ചു, വമസിയാദതു യാ റസൂലല്ലാഹ്, സ്വർഗമല്ലേ വലുത്, അതിനേക്കാൾ കൂടുതൽ ഏതാണ് റസൂലേ? അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, ലിഖാഉല്ലാഹി തബാറക വ തആല, അല്ലാഹുവിനെ കാണലാണ്. ഈ ലോകത്തുള്ളതാകുന്ന സകല വസ്തുക്കളെയും കാണാൻ കണ്ണിന് കുളിർമയുള്ളതാകുന്ന ഏതെല്ലാം പാർക്കുകളുണ്ടോ, മാളുകളുണ്ടോ, ആകാശഭൂമികളിലുള്ളതാകുന്ന സർവ്വജീവജാലങ്ങളിൽ നിന്റെ കണ്ണിന് കൗതുകമുള്ള ഏതെല്ലാം സസ്യലതാദികളുണ്ടോ, ഏതെല്ലാം പുഷ്പങ്ങളുണ്ടോ, വർണ്ണങ്ങളുണ്ടോ, അതിനെയെല്ലാം പടച്ചത് അല്ലാഹുവാണ്. യൂസുഫ് നബി അലൈഹിസ്സലാമിനെ പടച്ചതും അല്ലാഹുവല്ലേ. സൗന്ദര്യത്തിൽ സ്വരൂപത്തിൽ പൂർണ്ണതയുള്ള ഹബീബായ നബി തങ്ങളെ പഠിച്ചതും ആ പ്രവാചകരെ സൃഷ്ടിച്ചതും അല്ലാഹുവല്ലേ. ലോടാനുകോടി അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ചതായ സ്വർഗത്തെ സൃഷ്ടിച്ചതും അല്ലാഹുവാണ്. അവനെത്ര സുന്ദരനാണ്. ഇന്നല്ലാഹ ജമീലുൻ, അല്ലാഹു സുന്ദരനാണ്. അല്ലാഹുവിനെ നേർക്ക് നേരെ കാണലാണ് ഏറ്റവും വലുത് എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു തൗഫീഖ് തരട്ടെ. അപ്പൊ സ്വർഗം എത്തിക്കലല്ല അതിനേക്കാൾ വലുത് ഇപ്പൊ പറഞ്ഞത്. ആരെ കാണലാണ്? അല്ലാഹുവിനെ കാണലാണ്. അതാണ് സൂഫിയാക്കളുടെ മാർഗം. ജന്നാതു അദ്നി വലൽ ഹൂറു വലൽ ഖിയാമാ. അവരുടെ ലക്ഷ്യം സ്വർഗമല്ല, അവരുടെ ലക്ഷ്യം ഹൂറുല്ലീങ്ങളും അല്ല, ഒന്നുമല്ല. അവരുടെ ലക്ഷ്യം പിന്നെ എന്താ? അള്ളാഹുവിനെ കാണലാണ്. അള്ളാഹു നമുക്കത് കാണാൻ തൗഫീഖ് നൽകട്ടെ. ആമീൻ പറയിൻ. കാരണം സ്വർഗം എന്ന് പറയുന്നത് ഒരു സൃഷ്ടിയാണ്. ആരുടെ സൃഷ്ടിയാ? അള്ളാഹുവിന്റെ സൃഷ്ടിയാണ്. ആണോ അല്ലയോ? ആണ്. നമ്മളും അള്ളാഹുവിന്റെ സൃഷ്ടികളാണ്. ശരിക്കും മനസ്സിലാക്കണേ. ഒരു സൃഷ്ടി മറ്റൊരു സൃഷ്ടിയെ കാണാൻ വേണ്ടി കൊതിക്കുന്നതിൽ യാതൊരു കാര്യമില്ല. മനസ്സിലാകുന്നുണ്ട്? എടാ, നമ്മളെപ്പോലെ തന്നെ ഒരു സൃഷ്ടിയാണ്, അള്ളാഹുവിന്റെ സൃഷ്ടിയാണ് എന്ത് സ്വർഗം. അള്ളാഹു സൃഷ്ടിച്ചതാകുന്ന ഒരു സാധനമാണ്. ഒരു സൃഷ്ടി മറ്റൊരു സൃഷ്ടിയെ കാണാൻ പോകുന്നതിൽ എന്ത് കാര്യം? സൃഷ്ടി കാണാൻ കൊതിക്കേണ്ടത് ആരെയാണ്? സൃഷ്ടാവാകുന്ന ഖാലിഖായ റാസിഖായ അള്ളയാണ്. അള്ളാഹുവിനെ കണ്ടു കിട്ടണം. അതാ വേണ്ടത്. അതാണ് സൂഫിയാക്കളുടെ തരീഖത്ത്. തരീഖത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് അതിന് നിർവചനം മഹാനായ അസയ്യിദ് ഷരീഫുൽ ജുർജാനി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ അത്തഅരീഫാത്ത് എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ അദ്ദേഹം കൊടുത്ത നിർവചനം അതാണ്. തരീഖത്ത് എന്ന് പറഞ്ഞാൽ അസ്സൈറത്തുൽ മുഖ്തസത്തു ബിസാലികീന ഇലല്ലാഹ്.
അള്ളാഹുവിലേക്ക് പ്രവേശിക്കൽ കൊണ്ട് പ്രത്യേകമായ ആത്മീയമായ യാത്രയ്ക്കാണ് ത്വരീഖത്ത് എന്ന് പറയുക. ശരിക്കും മനസ്സിലാക്കണം. ഇന്ന് വ്യാജ സിദ്ധന്മാരും വ്യാജ ജിന്നുമ്മമാരും വ്യാജ കള്ള ശൈഖന്മാരും കള്ള ത്വരീഖത്തിന്റെ ആളുകളും ഇന്ന് ധാരാളം കടന്നുകൂടിയിട്ടുണ്ട് സമൂഹത്തിൽ. യഥാർത്ഥ ത്വരീഖത്തിൽ മായം ചേർത്ത് നമ്മൾ പഠിച്ചു. അവരുടെ ഖാദിരിയ ത്വരീഖത്തുണ്ട്. ആ ത്വരീഖത്തിൽ വ്യാജം ചേർത്ത് സമൂഹത്തിൽ വിറ്റഴിച്ചുകൊണ്ട് ഈ സമുദായത്തെ പിഴപ്പിച്ചുകൊണ്ട് നിലകൊള്ളുന്ന ഒരുപാട് കള്ള ശൈഖന്മാരുണ്ട്, ഒരുപാട് പേരുണ്ട്. നമ്മളവരെ തിരിച്ചറിയണം, ശരിക്കും ശ്രദ്ധിക്കണം. എന്താണ് ത്വരീഖത്ത് എന്ന് പറഞ്ഞാൽ? വയറ് നിറയ്ക്കലല്ല. അങ്ങനെ മനസ്സിലാക്കുന്നുണ്ട്. നല്ല ഫുഡ് റാഹത്തായിട്ട് നെയ്ച്ചോറും ബീഫും അടിച്ചാൽ ത്വരീഖത്ത്, ഫുഡിലേക്കുള്ള മാർഗം അല്ല. ഹിയ അസ്സൈറത്തുൽ മുഖ്തസത്തു ബിസാലികീന ഇലല്ലാഹ്. അള്ളാഹുവിലേക്ക് പ്രവേശിക്കൽ കൊണ്ട് പ്രത്യേകമാക്കപ്പെട്ട ആത്മീയമായ യാത്രയ്ക്കാണ് എന്ത് പറയാ? ത്വരീഖത്ത് എന്ന് പറയാ. ശരിക്കും മനസ്സിലാക്കണം. ത്വരീഖത്ത് പറഞ്ഞാൽ അവിടെ ഇവിടെ പൊതിഞ്ഞു കിട്ടുന്ന ഒരു സാധനമല്ല. റമദാൻ 27 മക്കളെല്ലാം പള്ളി വന്നിരുന്ന് പൊതി കിട്ടി കഴിയുമ്പോൾ ലൈലത്തുൽ ഖദർ കിട്ടി, ഇതാണ് ലൈലത്തുൽ ഖദർ എന്ന് കഴിഞ്ഞ് പോകുന്നവരുണ്ട്. അങ്ങനെ പൊതിഞ്ഞു കിട്ടുന്ന എന്തെങ്കിലും ഒരു പൊതിയായിട്ട് കരുതരുത്, മനസ്സിലാക്കണം. അങ്ങനെ ഒന്നും ഉണ്ടോ? ഉണ്ട്. എല്ലാവരും അതിന്മേൽ പ്രവേശിക്കാൻ വേണ്ടി ഇറങ്ങണ്ട. ആദ്യം നിന്റെ ശരീഅത്ത് അരക്കിട്ട് ഉറപ്പിക്കും. ശരീഅത്ത് കഴിഞ്ഞിട്ടാണ് ത്വരീഖത്തിലേക്ക് വരേണ്ടത്. ആ ത്വരീഖത്തിലൂടെയാണ് മൂന്നാമത്തെ തലമാകുന്ന യാഥാർത്ഥ്യത്തിലേക്ക്, ഹഖീഖത്തിലേക്ക് നീ എത്തിച്ചേരുക, അള്ളാഹുലേക്ക് ലയിക്കുക. അതിനാദ്യം എന്ത് വേണം? ശരീഅത്ത് വേണം. എന്താ ശരീഅത്ത്? വശരീഅത്തുൻ അഖദും ബിദീനിൽ ഖാലിഖി വഖിയാമുഹു ബിൽ അംരി വന്നഹി ജലാ. എന്താണ് ശരീഅത്ത്, എന്താണ് ത്വരീഖത്ത്, എന്താണ് ഹഖീഖത്ത്? ഇമാമിങ്ങൾ വ്യക്തമായ രീതിയിൽ പഠിപ്പിച്ചു തരുകയാണ്. പ്രിയപ്പെട്ട ഉമ്മ, ചെറുപ്പക്കാരാ, സഹോദര, ആത്മീയ ചൂഷകർ ഇന്ന് സമുദായത്തിൽ വല്ലാതെ വരിഞ്ഞു മുറുകുന്ന കാലഘട്ടമാണ്. നമുക്ക് അല്ലാഹു നൽകിയിരിക്കുന്ന ഹിദായത്ത് എന്ന മഹിതമാകുന്ന പ്രകാശത്തെ അണച്ചു കളയരുതേ, അണച്ചു കളയരുതേ. وشريعة أخذ بدين الخالق وقيامه بالأمر والنهي انجلا. എന്താണ് ശരീഅത്ത്? പരിശുദ്ധമാക്കപ്പെട്ട ഇസ്ലാമിന്റെ ആദർശങ്ങളെ പരിപൂർണമായി മുറുകെ പിടിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളോട് കൽപ്പിച്ചിട്ടുള്ള എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അത് പരിപൂർണമായി മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കലാണ്. എന്തെല്ലാം കാര്യങ്ങൾ ഒഴിവാക്കാൻ പറഞ്ഞിട്ടുണ്ടോ പരിപൂർണമായി ഒഴിവാക്കി ജീവിക്കലാണ്. എന്തെല്ലാം എടുക്കണമെന്ന് പറഞ്ഞു അത് പൂർണ്ണമായി എടുത്ത്, എന്തെല്ലാം ഒഴിവാക്കണമെന്ന് പറഞ്ഞു അതൊക്കെ പരിപൂർണമായി ത്യജിച്ച് ഒഴിവാക്കി നിലകൊള്ളുമ്പോഴാണ് ശരീഅത്ത്. അപ്പൊ എന്തൊക്കെ ചേർക്കണം? എല്ലാം വേണം. മതത്തിന്റെ മുഴുവൻ മൂല്യങ്ങൾ മുറുകെ പിടിക്കണമെന്നർത്ഥം. അല്ല നമുക്ക് പറ്റുന്ന മാത്രം എടുത്തിട്ട് അതൊക്കെ ലോട്ടറി എടുത്ത് നടക്കാൻ, അവന് പറ്റുന്നത് മാത്രം എടുക്കാം. ദീപാവലിയുടെ സമയമായപ്പോ പതുക്കെ റാഹത്തായിട്ട് മക്കൾ ഒന്നിച്ചിരുന്ന് പൂത്തിരി കത്തിക്കുക. ഹാജിയാര് 5 വക്കത്തെ പള്ളിയിലൊക്കെ പോകും, പൂത്തിരി. അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ. എടാ, ഓരോരുത്തരും അവരവരുടെ മതത്തിന്റെ ആദർശം അനുസരിച്ച് അവര് ജീവിക്കട്ടെ. എന്തിനാ നീ അവരുടെ മതത്തിൽ കയറി നുള്ളുന്നത്? ഈ സമുദായത്തിന്റെ മക്കൾ ഇപ്പോൾ മതസൗഹാർദ്ദം കാണിച്ച് മെഴുകുകയാണ്. എങ്ങനെയാ പറയേണ്ടത്? ഓവർ മെഴുകിക്കാണി. എന്നാൽ ഇങ്ങനെയൊക്കെ ചെയ്തെങ്കിൽ മറ്റുള്ളവർ നമ്മളെ മതസൗഹാർദ്ദത്തിന്റെ ആളായിട്ട് കണക്കാക്കൂ എന്ന് കരുതുന്ന വെറും പോയത്തക്കാരനായി മനുഷ്യൻ മാറുകയാണ്. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. അങ്ങനെയൊന്നും നീ അധംപതിക്കരുത്. നിന്റെ ബിസിനസ് കൂട്ടാനുള്ള തന്ത്രമായിട്ട് ഈ തരികിട പരിപാടിയൊന്നും ഈ ഉമ്മത്തെടുക്കരുത്. മറ്റു സമുദായത്തിന്റെ ആഘോഷങ്ങളൊക്കെ ഇന്ന് പരിപൂർണമായി ഈ ഉമ്മത്ത് ഏറ്റെടുക്കാൻ തുടങ്ങി. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. അതുകൊണ്ടല്ലേ വീട്ടിൽ നിന്ന് റോക്കറ്റ് പോവാണ് ആഹത്തായിട്ട്. സ്വർഗത്തിലേക്ക് പോകേണ്ട വാപ്പ ഇവിടുന്ന് റോക്കറ്റ് വിട്ട് കളിക്കുക, മത്താപ്പു. അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. ഈ ഇങ്ങനെ മുകളിലോട്ട് പോകുന്നത് തന്നെ അതേപോലെ താഴോട്ട് പോകാനുള്ളതാന്ന് ചിന്തിക്കണ്ടേ? എന്താണ് ഇവന് കാണിക്കുന്നത്? എത്ര സമ്പത്തായി ഇതിനു വേണ്ടി പിടിക്കുന്നത്? ഇത് ആഘോഷിക്കുന്ന അമുസ്ലിം സഹോദരൻ 500 രൂപയുടെ പടക്കം വാങ്ങിയാണ് പൊട്ടിക്കുന്നത്. നമ്മളോ 5000 രൂപയുടെ. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഒരാഘോഷം കൂടെ കൊടുത്താൽ അത് നശിപ്പിച്ച് കൈ തരും.
ലക്ഷങ്ങൾ പൊടിക്കുകയാണ് ആചാര്യ. ഭയങ്കര ആചാര്യ, നല്ല ദീനാണ്. പക്ഷെ ഈ കോലത്തില ഇങ്ങനെയുള്ള ദീന നമ്മൾ മുറുകെ പിടിക്കണം എന്ന് പറയുന്നത്. നമുക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ എടുക്കുക, ബാക്കിയുള്ളതൊക്കെ തള്ളുക. അത് പറ്റൂല. അതാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. അത് പാടില്ല എന്ന് പറയുമ്പോഴത്തേക്കും ആ മുസ്ലിയാർ എന്താണ് പറയുന്നത്, ആ മുസ്ലിയാരെ പറഞ്ഞ ശരിയായില്ല എന്ന് പറഞ്ഞ് ഉസ്താദുമാരുടെ മെക്കിട്ട് കയറുക. അതുകൊണ്ട് പിന്നെ അവരെ കുറിച്ച് തേജോവധം ചെയ്തുകൊണ്ടിരിക്കുക. ദീൻ പറയുന്ന ഹക്കായ ദീൻ പറയുന്നവരെയൊന്നും വേണ്ട, അവരൊന്നും വേണ്ട എന്ന് പറയാം, അവരെ ഒഴിവാക്കുക. ഇതാണ് നമ്മുടെ തലമുറ. അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. എത്ര ലക്ഷങ്ങളാണ് അതിനുവേണ്ടി ചെലവഴിക്കുന്നത്. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, അദ്ദുന്യാ മൽഊനൻ വമൽഊനും മാ ഫിഹാ. ദുനിയാവിലുള്ള സകല വസ്തുക്കളും ശപിക്കപ്പെട്ടതായ സാധനങ്ങളാണ്. അതിലുള്ളതാകുന്ന സകലമാന വസ്തുക്കളും ശപവാക്കുള്ള സാധനമാണ്. ഇല്ലാ ദിക്റല്ലാഹി വമാ വലാ. അല്ലാഹുവിന്റെ റസൂലിന്റെ അധ്യാപനമാണ് സ്വഹാബാ. ഈ ലോകത്തിന്റെ സൃഷ്ടികർത്താവായ ജഗന്നിയന്താവായ പരിപാലകനാകുന്ന അല്ലാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ പുതുക്കുന്നതായ സദസ്സുകൾ ഒഴികെ, ആലിമൊഴികെ, മുത്തല്ലിമൊഴികെ, ദീനിന്റെ സ്ഥാപനങ്ങൾ ഒഴികെ, വാദിന്റെ മജ്‌ലിസുകൾ ഒഴികെ ഈ ലോകത്തുള്ള സകല വസ്തുക്കളും ശപിക്കപ്പെട്ടതായ സാധനങ്ങളാണ്. അദ്ദുന്യാ ജീഫത്തുൻ വത്വാലിബുഹാ കിലാബുൻ. ഈ ദുനിയാവ് ശവമാണ് സ്വഹാബാ. അത് തേടുന്നവൻ നായയാണ്. നമ്മൾ ഓടുകയാണ്, ദുനിയാവിന്റെ പിറകെ ഓടുക. എവിടൊക്കെയുണ്ടോ പരിപാടി, എവിടൊക്കെയുണ്ടോ ഗാനമേള, ഓടി നടക്കാൻ. ഒരു 3 ആഴ്ചക്ക് മുമ്പ് കൊച്ചിയിൽ അലൻ വാക്കർ എന്ന് പറയുന്ന ഒരു ഗായകൻ, പോപ്പ് ഗായകൻ വന്ന് പാട്ട് പാടുകയാണ്. 10,000ങ്ങളാണ് പങ്കെടുക്കുന്നത്. 40,000-ന് മുകളിൽ ആളുകൾ ടിക്കറ്റ് അവിടെ ചെലവായി പോയി. ആരാ പോയി കേൾക്കുന്നത്? അലൻ വാക്കർ. പറയാൻ പേടിയാണ്, കാരണം ചെറുപ്പക്കാർ പോകാത്തവന്മാരും കൂടെ അടുത്ത ദിവസം അങ്ങോട്ട് വേണേ പോയി കളയും. അല്ലാഹു നമ്മളെ കാക്കട്ടെ. 6 മാസം മുമ്പ് തന്നെ ടിക്കറ്റ് വിറ്റ് കഴിഞ്ഞു. കൊച്ചിയിലാണ് വന്നത് ആള്. കൊച്ചിയിലെ ഗ്രൗണ്ട് ഫുള്ള് നിറഞ്ഞ് കവിഞ്ഞ് ചെറുപ്പക്കാര് മുഴുവൻ തിങ്ങി നിറഞ്ഞിരിക്കാൻ. ടീനേജ് കുട്ടികൾ. എത്ര വയസ്സാ കുട്ടികളുടെ പ്രായം? 16 വയസ്സ് മുതലുള്ള കുട്ടികൾ. 30-ന്റെയും 35-ന്റെയും ഇടയിലുള്ളതാകുന്ന ആളുകളാണ് ഈ വരുന്നത് മുഴുവനും. ആൺ പെണ്ണ് പരസ്പരം ഒന്നിച്ചിരുന്നിട്ട് നല്ല പാട്ട് പാടി റാഹത്തായിട്ട് തുള്ളിക്കളിക്കുക. പാടുന്നതിന് അർത്ഥമൊന്നും ഇവൻ അറിഞ്ഞില്ലേലും കുഴപ്പമില്ല, കഞ്ചാവ് കിട്ടുമല്ലോ. അതുകൊണ്ട് അവിടെ പോയിട്ട് റാഹത്തായിട്ട് MDMAയും LSD ഒക്കെ അടിച്ചിട്ട് നല്ല പാട്ടൊക്കെ പാടി തുള്ളുകയാണ്. മൊബൈൽ ലൈറ്റ് കത്തിച്ച് വെക്കുന്നു, എല്ലാവരും റാഹത്തായിട്ട് തുള്ളുന്നു. അതിന്റെ ഇടയിലും കഞ്ചാവ് അടിച്ചിരിക്കുന്ന ടീമുകളിലെ 36 പേരുടെ മൊബൈൽ പോയി. 36 മൊബൈൽ അന്നത്തെ ഒറ്റ രാത്രി കൊണ്ട് മോഷണം പോയി. പിറ്റേ ദിവസം രാവിലെ ന്യൂസ് ചാനലുകൾ മുഴുവൻ വരിക. 29 ഐഫോൺ അടക്കം സാധനം പോയി. വിളിച്ചു നോക്കി സാധനം എവിടെയെങ്കിലും ഉണ്ടോ എന്ന്. നോക്കുമ്പോൾ സാധനം മുംബൈയിലെത്തി. ബോംബെയിലാണ്. ബോംബെയിൽ നിന്ന് കള്ളൻ ഇറങ്ങി കൊച്ചിയിൽ ഇറങ്ങി അടിച്ചുകൊണ്ട് പോയി. കാരണം ഇവിടെ ചാനലില്ല, ചാനൽ പോയിരിക്കുകയാണ്. പാട്ടും കേട്ട് ഉള്ള റാഹത്തായിട്ടിരിക്കുക. അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. ഞങ്ങളാരും അറിഞ്ഞില്ലല്ലോ. കുറച്ചാളുകൾ അങ്ങനെയുണ്ട്. നമ്മൾ അത് അറിഞ്ഞിട്ടില്ല. നമ്മൾ മറ്റേ പാട്ടും പാടി മന്ദാകിനിയും പാടിക്കൊണ്ട് വീട്ടിൽ കിടന്നുറങ്ങുകയാണ്. പിന്നെ അങ്ങനെ നമ്മളറിയും. നമ്മൾ അതിനേക്കാൾ വലിയ വട്ടുകാണ്. അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. പൈസല്ലേ അല്ലേ? മന്ദാകിനിയും പാടിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ എങ്ങനെ റെഡിയാവും? അള്ളാഹു നമ്മളെ സാലിഹ്യങ്ങൾ ചേർക്കുമാറാവട്ടെ. ഇവിടെ ശ്രദ്ധിക്കുക. അപ്പൊ ഇതാണ് ഈ തലമുറ. നമ്മുടെ തലമുറ അതാണ് ആവശ്യം. ദുനിയാവിന്റെ പിറകെ ഓടുകയാണ്, ആഖിറം നഷ്ടപ്പെടുകയാണ്. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, فوالله ما الفقر أخشى عليكم ولكن أخشى عليكم أن تبسط الدنيا. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറപ്പെടുത്തുകയാണ്. അതിനാകുന്ന ഉസ്താദ് അവറുകൾ, അല്ലാഹു ഉസ്താദിന് ആഫിയത്ത് നൽകട്ടെ. എല്ലാ വിഷമസ്ഥിതിയിൽ നിന്നും അല്ലാഹു സലാമത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. ആ ബക്കറ്റ് ഒന്നും കൊണ്ടുവന്നോളൂ. എല്ലാവരും ഒരു സ്വതക്ക ഇൻഷാ അല്ലാഹ് റാഹത്താകട്ടെ. ബക്കറ്റ് ഒന്നും കൊണ്ടുവന്നോളൂ. വേഗം കൊണ്ട് 10:30 വരെ പറഞ്ഞോളെ. 10 മിനിറ്റ് ഇരിക്കൂലേ? ആ കുഴപ്പമില്ല, ധൈര്യമായിട്ട് പറയാം. അള്ളാഹു നമ്മളെ സാലിഹ്യങ്ങൾ ചേർക്കട്ടെ.
വേഗം കൊണ്ടോ. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. വേമ്പ ആരാ കൊണ്ടുവരുന്നത്? ബക്കറ്റില്ലേ? വേഗം കൊണ്ടു. ആ പള്ളിയുടെ ഹൗദിൽ നിന്നെങ്കിലും എടുത്തോണ്ട് പോവാ. വേമ്പ. അള്ളാഹു സ്വീകരിക്കട്ടെ. അവിടെ ഒച്ചപ്പാടാന്ന് തോന്നല്ലോ. ആ മോതിരൊക്കെ ഊരിങ്ങ് എടുക്ക് വേഗട്ടെ. ഇവിടെ പൈസ വേണം, ഫുള്ള് മറക്കാണ്ടേ. കൊണ്ടോ. ബക്കറ്റ് വരുന്നുണ്ട്. നിങ്ങൾ ആ മോതിരമൊക്കെ കമ്മലൊക്കെ ഊരിയും കിട്ടേക്ക് വേഗട്ടെ. ഇനി ചോദിക്കാൻ നിൽക്കണ്ട. അള്ളാഹു സ്വീകരിക്കട്ടെ. ആരാ ചോദിക്കാതെ തന്നെ കൊടുക്കുന്നേ നോക്കട്ടെ. സ്ത്രീകളുടെ ഭാഗത്ത് അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാ മുറാദുകളും അള്ളാഹു ഹാസിലാക്കട്ടെ. فبثابت الذرى من الثرى إلى الثرى ثانيا ما ثالثا بل ثاني الأمثال لا إله إلا الله لا إله إلا الله. അല്ലാഹുവേ ഞങ്ങളുടെ ഈ സദഖ നീ സ്വീകരിക്കണേ അല്ലാ. ഈ സംഗമം നീ കബൂലാക്കണേ അല്ലാ. ഒരുപാട് ഖൈറായ മുറാദുകൾ ഞങ്ങൾക്കുണ്ട്, നീ ഹാസിലാക്കി തരണേ അല്ലാ. അപകടങ്ങളെ തൊട്ട്, ദുരിതങ്ങളെ തൊട്ട്, ദുരന്തങ്ങളെ തൊട്ട്, വിപത്തുകളെ തൊട്ട്, കാലവിപത്തുകളെ തൊട്ട് കാവൽ നൽകണേ അല്ലാ. ഹലാലായ സാമ്പത്തികം നീ നൽകണേ അല്ലാ. നൽകിയിട്ടുള്ള സമ്പത്തിൽ നീ വർധനവ് നൽകണേ അല്ലാ. സ്വർഗം പുൽകാനി സദഖ നിദാനമാക്കണേ അല്ലാ. സ്വർഗത്തിലേക്ക് ഞങ്ങളെ നീ ചേർക്കണേ അല്ലാ. എത്രയോ മഹത്തുക്കളാ സ്വർഗം നേടിപ്പോയി, അവരിലേക്ക് ചേരാൻ ഈ സദഖ നീ നിദാനമാക്കണേ അല്ലാ. അല്ലാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ. എല്ലാവരും നല്ലൊരു സദഖ കൊടുക്കുക. ഒരു ശ്രദ്ധ ഇവിടെ ഉണ്ടാവട്ടെ. നല്ലതുപോലെ ശ്രദ്ധിച്ചോ. ഈ മോണിറ്ററിൽ ഒരു ഇച്ചിരി വോളിയം കൊണ്ടിട്ടേക്ക്. മോണിറ്ററിൽ മാത്രം. നമ്മൾ ഇവിടെ ഇരുന്ന് ഉറങ്ങാം. അള്ളാഹു നമ്മളെ സാലിഹീങ്ങൾ ചേർക്കട്ടെ. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉറപ്പെടുത്തുകയാണ്, فوالله ما الفقر أخشى عليكم ولكن أخشى عليكم أن تبسط الدنيا كما بسطت على من كان قبلكم فتنافسوها كما تنافسوها وتهلككم كما أهلكتهم صدق رسول الله. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉറപ്പെടുത്തുകയാണ്, ഫവല്ലാഹി, അല്ലാഹുവിനെ തന്നെ സത്യം, ഈ ലോകത്തിന്റെ സൃഷ്ടികർത്താവായ ജഗന്നിയന്താവായ പരിപാലകനാകുന്ന പടച്ച റബ്ബിനെ സത്യം ചെയ്തുകൊണ്ട് നബി തങ്ങൾ പറയുകയാണ്. അല്ലാഹുവിനെ കുറിച്ച് സത്യം ചെയ്ത് പറയണമെങ്കിൽ അത്രയേറെ ഗൗരവമുള്ള വിഷയമാണ്. ഫവല്ലാഹി, അല്ലാഹുവിനെ തന്നെ സത്യം ചെയ്തുകൊണ്ട് ഈ വിനീതൻ പറയട്ടെയോ. അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, മൽ ഫഖറ അഖ്ശാ അലൈക്കും സ്വഹാബാ, സ്വഹാബാ, നിങ്ങളുടെ മേൽ ഞാൻ ദാരിദ്ര്യത്തെ ഭയക്കുന്നില്ല. വലാകിൻ അഖ്ശാ അലൈക്കും അൻ തുബസത ദുനിയാ, ഈ ദുനിയാവ് നിങ്ങളുടെ മേൽ വിശാലമാകലാണ്, ദുനിയാവ് നിങ്ങൾക്ക് വിശാലമാകലാണ് എന്റെ മേലുള്ള ഭയപ്പാട് എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാക്കാണ്. നിങ്ങൾക്ക് ദാരിദ്ര്യം ഉണ്ടാകുമെന്ന് ഞാൻ ഭയക്കുന്നില്ല. ഈ ഉമ്മത്തിന്റെ മേൽ നബി തങ്ങളുടെ വാക്കാണ്. നമ്മളെന്താ പറയാ, സാധാ ഭയങ്കര ദാരിദ്ര്യം വരുമോന്ന് പേടിയാന്ന് പറയുന്നത്. നിങ്ങൾക്ക് ദാരിദ്ര്യം ഉണ്ടാകുമെന്ന് ഞാൻ ഭയക്കുന്നില്ല. ഹബീബ് മുഹമ്മദ് മുസ്തഫ നിങ്ങൾ പറയാ. എല്ലാവർക്കും കൂടി ദാരിദ്ര്യം വരുമോ? ഒരിക്കലും ഉണ്ടാവൂല.
നിങ്ങളുടെ മേലെ ഈ വിനീതൻ ഭയക്കുന്നത് ദുനിയാവ് വിശാലമാകലാണെന്ന് നബിയുനാ റസൂലുള്ളാഹി ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഫതനാഫസുഹാ, നിങ്ങൾ ആ ദുനിയാവിന്റെ മേൽ മത്സരിച്ചുകൊണ്ട് നിലകൊള്ളും. കമാ തനാഫസുഹാ, നിങ്ങളുടെ മുൻഗാമികൾ ദുനിയാവിന് വേണ്ടി മത്സരിച്ചതുപോലെ നിങ്ങളും ഈ ദുനിയാവിന് വേണ്ടി രാവും പകലും അധ്വാനിക്കുകയാണ്. രാവിലെ കട തുറന്ന് വെക്കുന്നത്, രാവിലെ നീ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്നത്, പള്ളിയിൽ നിന്ന് ചാടി ഇറങ്ങുന്നത്, നിസ്കരിക്കാൻ വന്നവനാണ്. ഇഖാമത്ത് കൊടുത്തു, നമസ്കാരം നടക്കുന്നു, സലാം വീട്ടിയാൽ ഉടനെ തന്നെ ചാടി ഇറങ്ങി ഓടുന്നത്. ഇഖാമത്ത് കൊടുത്തു എന്നറിയുമ്പോൾ മാത്രമാണ് കടയിൽ നിന്ന് പുറത്തിറങ്ങുന്നത്. ഈ രീതിയിൽ നീ ദുനിയാവിന് വേണ്ടി മത്സരിച്ചു കൊണ്ട് നിലകൊള്ളുകയല്ലയോ? മുൻഗാമികളാകുന്ന ആളുകൾ മത്സരിച്ചതുപോലെ ദുനിയാവിന്റെ പിറകെ നിങ്ങൾ മത്സരിക്കുകയാണ്. സ്വർഗത്തിന് വേണ്ടി മത്സരിക്കാനുണ്ട്. അല്ലാഹുവിന്റെ റസൂലിന്റെ ഖുർആൻ നിങ്ങൾ പരിപൂർണമായി തൃണവൽഗണിച്ചവരാണ്. നിങ്ങൾ ദുനിയാവിന്റെ പിറകെ ഓടുകയാണ്. ഇഹലോക ജീവിതം എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തണമെന്നുള്ള ചിന്തയാണ്. 10 തലമുറകൾക്ക് കഴിക്കാനുള്ള ഭക്ഷണമുണ്ടെങ്കിൽ പോലും, അതിനുള്ളതാകുന്ന അവസരം അല്ലാഹു നൽകിയിട്ടുണ്ടെങ്കിൽ പോലും എങ്ങനെയെങ്കിലും ഈ ദുനിയാവ് വെട്ടിപ്പിടിക്കണമെന്നുള്ള ചിന്തയാണ്. ആർഭാടകരമാകുന്ന ജീവിതമാണ്, ആഭാസകരമാകുന്ന ജീവിതമാണ്. അല്ലാഹുവിന്റെ ദീനിനെ പരിപൂർണമായി തൃണവൽഗണിക്കുകയാണ്. നിസ്കരിക്കാത്ത എത്രയെത്ര പണക്കാരുണ്ട്, നോമ്പ് നോലും നോക്കാത്തതാകുന്ന എത്രയെത്ര ധനികരുണ്ട്, എത്രയെത്ര ആരോഗ്യമുള്ള ചെറുപ്പക്കാരാണ് കള്ളു കുടിച്ചുകൊണ്ട് ശരീരത്തെ നശിപ്പിക്കുന്നത്. എത്രയെത്ര സഹോദരിമാരാണ് തന്റെ കാതുകളെ സിനിമാ പാട്ടിന്റെ ലോകത്തേക്ക് തിരിച്ചിട്ട് മലീമസമാക്കി കളഞ്ഞുപോയത്. എത്രയെത്ര ചെറുപ്പക്കാരാണ് സിനിമാ തിയേറ്ററിലേക്ക് യാത്ര ചെയ്ത് തന്റെ കാലുകളെ ആത്മീയതയിൽ നിന്ന് വഴിമാറ്റിയെടുത്തത്. എത്രയെത്ര ആളുകളാണ് കള്ളിലും കഞ്ചാവിലും ലഹരിയുമായി നിലകൊണ്ടിട്ടുള്ളത്. എത്രയോ സഹോദരങ്ങളാണ് അമുസ്ലിമീങ്ങൾ ആഘോഷ പൊലിമകൾ കടന്നു വരുമ്പോ അതിനുവേണ്ടി ലക്ഷങ്ങളെ ചെലവഴിക്കാൻ തയ്യാറായത്. അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി, പള്ളിക്ക് വേണ്ടി, മദ്രസയ്ക്ക് വേണ്ടി, ദീനീ സ്ഥാപനങ്ങൾക്ക് വേണ്ടി ചോദിക്കുമ്പോ എന്റെ കയ്യിൽ നയാ പൈസ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ബിസിനസിന്റെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് തടിതപ്പുന്ന ആളുകളില്ലയോ? ഇപ്പോൾ ബിസിനസ് പ്രയാസമാണ്, ഇപ്പോൾ സാമ്പത്തിക മാന്ദ്യമാണ്, ഇപ്പോൾ ശാരീരികമാകുന്ന അസ്വസ്ഥതകളാണ്, എല്ലാം തകർക്കപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് ദീനിന് വേണ്ടി കൊടുക്കാതെ പിടിച്ചു വെക്കുന്ന ആളുകളെ നിങ്ങളെ മുന്നിലേക്ക് സിനിമാ നടന്മാര് കൈനീട്ടുമ്പോ നിങ്ങളെ കൈവെള്ളയിലുള്ള പൈസ നിങ്ങൾ കൊടുക്കാൻ തയ്യാറാവുകയാണ്. ഏതെല്ലാം സിനിമകൾ പ്രൊഡ്യൂസ് ചെയ്യണം ഞാൻ റെഡിയാണെന്ന് പറഞ്ഞുകൊണ്ട് കടന്നു വരുന്ന എത്രയോ ധനികരുണ്ട്. ഏതെല്ലാം താരങ്ങളെ കൊണ്ടുവരാനും സിനിമാ താരങ്ങളെയും നടിമാരെയും കൊണ്ടുവന്ന് ലക്ഷങ്ങൾ കൊടുത്തിട്ട് കടയുൾ കാണിക്കുന്ന മുസ്ലിമീങ്ങളില്ലയോ? ഒരു കാലഘട്ടത്തിൽ സാദാത്യങ്ങളെ കൊണ്ട്, ഉലമാക്കളെ കൊണ്ട് കടയിൽ കാണിച്ചിരുന്നവർ ഇന്ന് സുബഹിക്ക് മുമ്പ് അർദ്ധരാത്രിയുടെ സമയത്തും പാതിരാത്രി സമയത്തുമൊക്കെ അരണ്ട വെളിച്ചത്തിൽ ഷട്ടറിന്റെ 3/4 ഭാഗവും താഴ്ത്തി വെച്ചിട്ട് അടിയിലൂടെ എഴച്ച് നീക്കിയിട്ട് ഖത്തീബിനെ കൊണ്ടുവന്ന് യാസീനോദിച്ചവരുടെ കൈകളിലേക്ക് 100 രൂപ കൊടുത്തുകൊണ്ട് മാറിപ്പോകുന്ന കച്ചവടക്കാരല്ലയോ? 10 മണി സമയമാകുമ്പോ കെട്ടിവെച്ചതാകുന്ന നടിമാരെ കൊണ്ടുവന്ന് അവരുടെ തോളിൽ കൈയിട്ടുകൊണ്ട് ഫോട്ടോ എടുത്തുകയും അവരുമായി ചെണ്ടമേളങ്ങളും വാദ്യമേളങ്ങളുമായിട്ട് മുസ്ലിം സമുദായത്തിലെ ഹാജിയാക്കന്മാർ അതമ്പതിച്ചതുപോലും ഈ സമുദായം നേർക്ക് നേരെ കാണുകയല്ലയോ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് എത്ര ശരിയാണ്. ഫതനാഫസുഹാ കമാ തനാഫസുഹാ. മുൻഗാമികളാകുന്ന ആളുകൾ മോശപ്പെട്ടതാകുന്ന ജീവിത രീതി അവരുടെ കൈവശം കൊണ്ടുവന്നപ്പോ, അവരതിലൂടെ സമ്പാദ്യം ഉണ്ടാക്കിയപ്പോ നിങ്ങളും അതേ രീതി അവലംബിക്കുകയാണ്. ആ രീതിയിലുള്ള മത്സരം എവിടെയാണ് എത്തിച്ചേരുക? അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഫതുഹലികകും കമാ അഹ്ലകതും. മുൻഗാമികൾ നശിച്ചതുപോലെ നിങ്ങളും ഈ ദുനിയാവിൽ ഈമാനില്ലാത്തവരായി ചത്തുപോകും കേട്ടോ. നിങ്ങളുടെ ആഖിറത്തെ നിങ്ങൾ സംരക്ഷിക്കണേ, നിങ്ങളുടെ മരണത്തെ നിങ്ങൾ ശ്രദ്ധിക്കണേ. നിങ്ങളുടെ ആഖിബത്ത് മോശമാകാൻ
മോശമാകുന്ന പണിയെടുക്കരുതേ എന്ന് വിശുദ്ധമായ ഖുർആൻ. ലോകം മുഴുവനും ഉന്നതമാകുന്ന തലത്തിലേക്ക് വിരാജിച്ചിരുന്ന എത്രയോ ആളുകൾ ഈ ലോകത്ത് കഴിഞ്ഞു പോയിട്ടുണ്ട്. അടക്കി വരിച്ച ചക്രവർത്തിമാരില്ലായിരുന്നു. ഇസ്രായേലി ജനതയെ കയ്യിലിട്ടുകൊണ്ട് ഞെരിച്ചമർത്തിയതാകുന്ന റംസീസ് രണ്ടാമനെന്ന ഫിർഔൻ എവിടെ പോയി ചെറുപ്പക്കാരാ? ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ തീക്കുണ്ടാരത്തിലേക്ക് വലിച്ചെറിഞ്ഞതായ നമ്രൂദ് ലഅനത്തുല്ലാഹി അലൈഹി ഇന്നെവിടെ പോയി സോദരാ? ലോകം കണ്ട ഏറ്റവും വലിയ ധനികനായി പരിശുദ്ധമായ ഖുർആൻ പരിചയപ്പെടുത്തിയതായ ഖാറൂൻ എന്ന് പറയുന്ന വ്യക്തി ഇന്നെവിടെയാണ്? ലഖസഫിനാ ബിഹി വബിദാരിഹിൽ അർളാ. അഹങ്കാരത്തിന്റെ കൊടുമുടിയിൽ വസിച്ചുകൊണ്ട് അള്ളാഹുവിനെ വെല്ലുവിളിച്ചുകൊണ്ട് നടന്നപ്പോ പാവപ്പെട്ടതാകുന്ന ഇസ്രായേലി ജനതയിലുള്ള സഹോദരിമാരുടെ മാനത്തിന് വില പറയാൻ അവൻ തയ്യാറായപ്പോ സമ്പത്തിന്റെ അതിപ്രസരത്തിലൂടെ ജീവിച്ചതാകുന്ന ഖാറൂൻ എന്ന ലോകം കണ്ട ഏറ്റവും വലിയ മുതലാളിയെ അള്ളാഹു ഭൂമിയിലേക്ക് ആഴ്ത്തിക്കളയുകയാണ്. ഭൂമി പിളരുകയാണ്. അതിലേക്ക് അവനെയും അവന്റെ കെട്ടിട സമുച്ചയത്തേക്കും അവന്റെ കോടാനു കോടി സ്വത്തിനെയും അള്ളാഹു ഭൂമിയിലേക്ക് ആഴ്ത്തിക്കളഞ്ഞു അത്രേ. ലഖസഫിനാ ബിഹി വബിദാരിഹിൽ അർളാ. പരിശുദ്ധമായ ഖുർആനിലൂടെ അള്ളാഹു ഓർമ്മപ്പെടുത്തുകയാണ് അവനെയും അവന്റെ കെട്ടിട സമുച്ചയത്തെയും അള്ളാഹു ഭൂമിയിലേക്ക് ആഴ്ത്തിക്കളയുകയാണ്. അഹങ്കരിക്കല്ല സോദരാ, അഹങ്കരിക്കരുതേ പെങ്ങളെ. അള്ളാഹു നിനക്ക് മനോഹരമായ വീട് നൽകി, മനോഹരമായ വസ്തുക്കൾ നൽകി, നിനക്ക് ധാരാളം ഭൂമി നൽകി, നിനക്ക് ഏക്കർ കണക്കിന് ഭൂസ്വത്ത് നൽകി, നിനക്ക് അമ്പരചുംബികളായ മണിമേടകൾ നൽകി, നിനക്ക് മനോഹരമാകുന്ന ബിൽഡിങ്ങിന്റെ സൗധങ്ങളിലൂടെ നിനക്ക് മനോഹരമാകുന്ന സംവിധാന ജീവിതത്തിന് അള്ളാഹു കളമൊരുക്കി. നല്ല ഒരു ഇണയെ അള്ളാഹു വെച്ച് നീട്ടി. അതിലൂടെ അള്ളാഹു ഖൈറായത്ത മക്കളെ അള്ളാഹു നിനക്ക് സമ്മാനിച്ചു. എല്ലാ നിലക്കുമുള്ള വാഹന സൗകര്യങ്ങളും അത്യാധുനികമാകുന്ന ജീവിത ക്രയവിക്രയങ്ങളും നൽകിയതായ അള്ളാഹുവിനെ ഓർക്കുന്നുണ്ടോ സോദരാ? അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾക്ക് നീ നന്ദി പ്രകാശിപ്പിക്കുന്നവനാണോ? ആരാ നന്ദി പ്രകാശിപ്പിക്കുന്നത്? ആരുണ്ട് അള്ളാഹുവിനോട് നന്ദി ചെയ്യുന്ന ആളുകൾ? ഒരു 30-40 കൊല്ലം മുമ്പൊന്നും ഒന്നുമില്ല. നമ്മുടെ ഈ പരിസരങ്ങളിലൊക്കെ ഉള്ള ആളുകൾ ഇന്ന് നല്ല എയർ കണ്ടീഷൻ റൂമുകളൊക്കെ വെച്ച് സജ്ജീകരിച്ചിട്ടുള്ള ആളുകളൊക്കെ ഒരു 30 കൊല്ലം മുമ്പ് എന്തുണ്ട്? 000 ഒന്നുമില്ല. നല്ലൊരു വീടില്ല, നല്ലൊരു വാഹനം ഇല്ല, ഒന്നുമില്ല. അങ്ങനെ കന്നുകാലികളെ പോലെ ജീവിച്ചു പോകണം. അള്ളാഹു ഇന്ന് നമുക്കെല്ലാ അനുഗ്രഹങ്ങളും വെച്ച് വിളമ്പി. പക്ഷെ നമ്മളിപ്പോഴും നന്ദി കെട്ടവനായി കഴിയാണ്. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. നന്ദിയില്ല. നമ്മളിപ്പോഴും പറയുന്നത് എന്താ? ഒരു സുഖമൊന്നുമില്ലെന്നോ, റാഹത്തില്ല, സന്തോഷമില്ലെന്നാ പറയുന്നത്. ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലകനൂദ് വഇന്നഹു അലാ ദാലിക ലശഹീദ്. പരിശുദ്ധമായ ഖുർആനിലൂടെ അള്ളാഹു ഓർമ്മപ്പെടുത്തുകയാണ് മനുഷ്യൻ ഏറ്റവും നന്ദി കെട്ടവനത്രേ. ഏറ്റവും നന്ദികേടുള്ളവനാരാ? മനുഷ്യനാണ്. അല്ലാഹ് പറയാ ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലകനൂദ്. ഏറ്റവും നന്ദി കെട്ട വർഗം മനുഷ്യനാണ്. അല്ലാഹു നമ്മളെ കാക്കട്ടെ. ആ വിഭാഗത്തെ തൊട്ട് അല്ലാഹു നമ്മളെ കാക്കട്ടെ. റബ്ബ് തന്നിരിക്കുന്നതാകുന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി പ്രകാശിപ്പിക്കണം. അതിന് കിട്ടുന്ന അവസരമാണ് ഇപ്പൊ ഇത്. അൽഹംദുലില്ലാ, ഇന്നിപ്പോ വീടുണ്ട്, വാഹനമുണ്ട്, എല്ലാ സൗകര്യമുണ്ട്. മുമ്പൊരു കല്യാണത്തിന് വേണ്ടി കാത്തിരിക്കും. എന്തിന്? വല്ലതും കഴിക്കാൻ വേണ്ടി. 2 കഷ്ണം ഇറച്ചി കിട്ടണമെങ്കിൽ എവിടെ പോകണം? ഒരു കല്യാണത്തിന് പോകണം. ഇന്നിപ്പോ അതുമല്ലാണ്. ഇന്നിപ്പോ ഈ സദസ്സ് വിരിഞ്ഞിട്ട് കോഴിയെ പിടിച്ചേർത്ത് റാഹത്തായിട്ട് നല്ല ശവായ ഉണ്ടാക്കാൻ പറ്റുന്ന കഴിവുള്ള മരുമക്കളെയും മക്കളെയൊക്കെ നമുക്ക് കിട്ടി. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. കോവിഡ് വന്നപ്പോ എന്തായി? എല്ലാ വീട്ടിലും പരീക്ഷണശാലകളാണ്. എല്ലാവരും നല്ലതുപോലെ കേക്ക് ഉണ്ടാക്കാൻ പഠിച്ചില്ലേ? കേക്ക് ഉണ്ടാക്കുന്ന സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് വീട്ടിൽ കേക്ക് പരീക്ഷണം. ഓരോ കേക്ക് ഉണ്ടാക്കിയിട്ട് ഭർത്താവിന്റെ ചുണ്ണി കൊണ്ട് തേച്ചു കൊടുക്കും. അവസാനം ഇപ്പൊ ഷുഗർ 560 ഹലാക്കായിരിക്കുക. കുഴിയിലോട്ട് കാലി നീട്ടി. അള്ളാഹു നമുക്ക് ആഫിയത്ത് തരട്ടെ. പരീക്ഷണമാക്കി നമുക്ക് തേച്ച് ഭർത്താക്കന്മാരില്ല ഇപ്പൊ ഷുഗർ. അള്ളാഹു എല്ലാവർക്കും ആഫിയത്ത് തരട്ടെ. പെണ്ണുങ്ങൾ വ്യത്യസ്തമായ കടികളൊക്കെ ഉണ്ടാക്കാൻ പഠിച്ചു. മലബാർ സൈസ് കടികളൊക്കെ നമ്മുടെ തെക്കുള്ളവരൊക്കെ ഉണ്ടാക്കാൻ പഠിച്ചോ ഇല്ലയോ? പഠിച്ചു റാഹത്ത്.
കാര്യം ആദ്യം ചിലപ്പോൾ കുളവായിട്ടുണ്ടെങ്കിലും ഭർത്താവ് പറയും സൂപ്പറാണ്, അടിപൊളിയാന്ന് പറയും. പറഞ്ഞില്ല തലക്കിട്ട് ഒറ്റ അടിയാ. അങ്ങനത്തെ ടീമിനെയാ കിട്ടിയേക്കുന്നു. അള്ളാഹു നമ്മുടെ ഭാര്യമാർക്കൊക്കെ ദീർഘായുസ് കൊടുക്കട്ടെ. അടിപൊളിയാന്ന് പറയും, സൂപ്പറാന്ന് പറയും. അടിപൊളിഞ്ഞിരിക്കുക, ഏകദേശം തീരുമാനമായിരിക്കുക, എന്നാലും കുഴപ്പമില്ല, സൂപ്പറാന്ന് പറയും. അവസാനം ഇത് ഉണ്ടാക്കി ഇപ്പൊ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇപ്പൊ ഒരു കോലത്തിലെത്തി. ഇപ്പൊ 10 പേര് വന്നാലും അവരുടെ മുന്നിൽ കൊടുക്കാം. ആദ്യം ഇത് പറയാനും മേല, നല്ലതെന്ന് തന്നെ പറഞ്ഞൊക്കെ വെച്ച്. എന്തായാലും ആയിക്കോട്ടെ. ഇപ്പൊ അൽഹംദുലില്ലാഹ് ഒരുപാട് വ്യത്യസ്തമായ കടികളൊക്കെ ഉണ്ടാക്കാൻ പഠിച്ചു. അള്ളാഹു നമ്മുടെ സഹോദരിമാർക്ക് ബർക്കത്ത് ചെയ്യട്ടെ.